തൃശൂർ ACPക്കെതിരെയും കസ്റ്റഡി മർദ്ദന പരാതിയുമായി കൊല്ലങ്കോട് സ്വദേശി. ACP സലിൻ എൻ ശങ്കരൻ പാലക്കാട് കൊല്ലങ്കോട് CA ആയിരിക്കുന്ന സമയത്ത് മർദ്ദിച്ചു എന്ന പരാതിയുമായിട്ടാണ് കൊല്ലങ്കോട് സ്വദേശി വിജയകുമാർ രംഗത്ത് എത്തിയത്. അന്വേഷണം നടന്നെങ്കിലും പോലീസുകാർക്കെതിരെ ഒരു നടപടിയും എടുത്തില്ല എന്ന് വിജയകുമാർ പറയുന്നുണ്ട്. പോലീസിനെ മർദ്ദിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു വിജയകുമാറിനെതിരെയുള്ള ക്രൂര നടപടി. എന്നാൽ വിജയകുമാർ പോലീസിനെ മർദ്ദിച്ചുവെന്ന കേസ് വ്യാജമാണെന്ന് ചിറ്റൂർ കോടതി കണ്ടെത്തിയിരുന്നു. 17 കുടിവെള്ള ക്ഷാമം രൂക്ഷമായ സമയത്ത് ചിറ്റൂര് ഡിപ്പോയിലും കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കുടിവെള്ളം എത്തിക്കലായിരുന്നു എൻ്റെ ജോലി. അപ്പോൾ ആ ദിവസം ഈ വാഹനം എടുക്കാനായിട്ട് ചിറ്റൂർക്ക് പോകാനായിട്ട് കൊല്ലങ്കോട് ടൗണിൽ ബസ് കാത്ത് നിൽക്കുമ്പോൾ കൂട്ടുകാരൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ പോലീസ് ജീപ്പിൽ ഒരു കോഴി കയറ്റിയ വണ്ടി അടുത്തുകൊണ്ട് നിർത്തുകയും അതിൽ നിന്ന് ആ ഓടിച്ച ഡ്രൈവർ എൻ്റെ ഫോൺ ആവശ്യപ്പെടുകയും കോഴി കയറ്റി വന്ന ഡ്രൈവർക്ക് എൻ്റെ ഫോൺ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, തരില്ല എന്ന് പറഞ്ഞ് ആൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നു. പോക്കറ്റിൽ കയറ്റി ഫോൺ എടുത്തു, അങ്ങോട്ടും ഇങ്ങോട്ടും വലിപ്പുറത്ത് പോയി, പിന്നെ റോഡിൽ വീണു. അപ്പോഴാണ് പുറകിൽ പോലീസ് ജീപ്പിൽ ഈ CIയും വേറെ ഒരു പോലീസുകാരനും വന്ന് എന്നെ വണ്ടിയിലെടുത്തിട്ട് മർദ്ദിച്ച് പോലീസ് ജീപ്പ് കൊണ്ടുപോയി സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുകയും കള്ളക്കേസെടുത്ത് ജയിലിലടയ്ക്കുകയാണ്. വിവരങ്ങളുമായി അരുൺ ആലത്തൂരാണ് ചേരുന്നത്. അരുൺ, വളരെ ഗുരുതരമായ പരാതിയാണ് കൊല്ലങ്കോട് സ്വദേശിയായ വിജയകുമാർ ഉന്നയിക്കുന്നത്. അദ്ദേഹം പാലക്കാട് കൊല്ലങ്കോട് CI ആയിരുന്ന സമയത്ത് നടത്തിയ ക്രൂരമായ മർദ്ദനത്തിൽ പലതവണ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്ന് തൃശൂർ ACP ആണ്. ഈ തൃശൂർ ACPക്കെതിരെയാണ് ഗുരുതരമായ ആക്ഷേപം വിജയകുമാർ ഉന്നയിക്കുന്നത്. അദ്ദേഹം ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? കാരണം പല വിധത്തിലുള്ള പരാതികൾ നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇന്ന് അദ്ദേഹം തൃശൂർ ACP ആയി തുടരുന്നുമുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് വിജയകുമാറിന് പങ്കുവയ്ക്കാനുള്ളത്? രാഖി, 7 വർഷം മുൻപാണ് ഈ പരാതിക്ക് ആസ്പദമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. വിജയകുമാർ എന്ന കൊല്ലങ്കോട് സ്വദേശി, അദ്ദേഹം ചിറ്റൂരിൽ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുടിവെള്ളം വിതരണം ചെയ്യുന്ന ജോലിയിലായിരുന്നു. ആ സമയത്ത് രാവിലെ ജോലിക്ക് പോകുന്നതിന് വേണ്ടി കൊല്ലങ്കോട് ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കോഴി വണ്ടി വരുന്നു. ആ വണ്ടിയിലെ ഡ്രൈവറോ മറ്റോ ഇദ്ദേഹത്തോട് മൊബൈൽ ഫോൺ ഒന്ന് വേണമെന്ന് പറയുന്നു. പക്ഷേ തൻ്റെ മൊബൈൽ മറ്റൊരാൾക്ക് കൊടുക്കുന്നതിൽ അയാൾ അതിന് വിസമ്മതിക്കുന്നു. ഇതോടുകൂടെ തന്നെ ആ വ്യക്തിയുമായിട്ട് ചെറിയ വാക്കേറ്റവും മറ്റുമൊക്കെ ഉണ്ടാകുന്നു. ഈ സമയത്താണ് കൊല്ലങ്കോട് അന്നത്തെ CIയും ഇന്നത്തെ തൃശ്ശൂർ ACPയുമായ സലിൽ എൻ ശങ്കരൻ അവിടേക്ക് എത്തുന്നത്. തുടർന്ന് ഈ വിജയകുമാറിനെ പോലീസിൻ്റെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി അവിടെ സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതി. സലിൽ എൻ ശങ്കരനും പിന്നെ 2 പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് അനാവശ്യമായി മർദ്ദിക്കുകയും ഈ വിജയകുമാറിനെതിരെ കള്ളക്കേസ് കുടിക്കുകയും ചെയ്തു, കള്ളക്കേസിൽ ഇദ്ദേഹത്തെ കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് വിജയകുമാർ പറയുന്നത്. ഏതായാലും സംഭവത്തിൽ അദ്ദേഹം അന്ന് തന്നെ SP-ക്കും DGPക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകുകയുണ്ടായി. പക്ഷേ ഇതുവരെയായിട്ടും അതിലൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ്. പിന്നെ മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിരുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന അന്വേഷണമൊക്കെ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അതിൽ പോലും കൃത്യമായ അന്വേഷണം പിന്നീട് നടന്നില്ല എന്ന് മാത്രമല്ല, സലിൽ എൻ ശങ്കരൻ പിന്നീട് തൃശ്ശൂരിലെ ACP ആയി മാറുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. തനിക്ക് വലിയ നീതി നിഷേധമാണ് നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് വിജയകുമാർ പറയുന്നത്. മാത്രമല്ല, വിജയകുമാർ പോലീസിനെ മർദ്ദിച്ചു എന്നുൾപ്പെടെയാണ് അന്ന് ഈ വിജയകുമാറിനെതിരെ കേസെടുത്തത്. പക്ഷേ ആ കേസ് വ്യാജമാണെന്ന് ചിറ്റൂർ കോടതി കണ്ടെത്തുകയും കോടതി അതിൽ ഉത്തരവ് പുറപ്പെടുവിക്കുകയൊക്കെ ചെയ്തിരുന്നു, കോടതിയിൽ നിന്ന് വിധി ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ ഇങ്ങനെ പുറത്തു വരുമ്പോൾ ഈ നീതി നിഷേധം ഇങ്ങനെ തുടർക്കഥയാവുന്ന ഒരു സ്ഥിതി പോലും ഉണ്ട് എന്നുള്ളതാണ് വിജയകുമാർ പറയുന്നത്. ഇനി താൻ ആരെ ഇതുമായി ബന്ധപ്പെട്ട് സമീപിക്കുമെന്ന് അറിയാത്ത ഒരു സ്ഥിതിയിലാണ് എന്നും അദ്ദേഹം പറയുന്നു. ശരി അരുൺ, വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. തൃശൂർ ACPക്കെതിരെയാണ് കസ്റ്റഡി മർദ്ദന പരാതിയുമായി കൊല്ലങ്കോട് സ്വദേശിയായ വിജയകുമാർ എത്തുന്നത്. ഈ ഉദ്യോഗസ്ഥൻ, അതായത് സലിൽ എൻ ശങ്കരൻ, അദ്ദേഹം പാലക്കാട് കൊല്ലങ്കോട് CI ആയിരിക്കുന്ന സമയത്ത് മർദ്ദിച്ചു എന്ന പരാതിയുമായിട്ടാണ് ഈ വിജയകുമാർ രംഗത്ത് എത്തുന്നത്. യാതൊരു നടപടിയും ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഇന്ന് തൃശൂർ ACP ആണ് എന്നുള്ളതാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് അരുൺ ആലത്തൂരാണ് പാലക്കാട് നിന്ന്.